നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്ന വാമനപുരം നദിയുടെ തീരത്താണ്. ഇത് നേരത്തെ നദീ തീരമായിരുന്നു, പിന്നെ ഇത് റബ്ബർ തോട്ടമായിട്ട് മാറി. ഇപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ റബ്ബർ ചെടിയാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റബ്ബർ തോട്ടമായി മാറിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സ്വാഭാവികമായിട്ടുള്ള മരങ്ങൾ മുഴുവൻ പോയി. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു കാഴ്ച. ഇതിപ്പോൾ പറയാൻ കാര്യം വെച്ചാൽ കേരളത്തിൽ പലയിടത്തും നദീതട സംരക്ഷണ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിലെല്ലാം പ്രധാനമായിട്ട് നട്ടുപിടിപ്പിക്കുന്ന മുളയാണ്. ഇപ്പോൾ ഇവിടെയും മുള നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കാണാം. ഈ നദിയുടെ രണ്ട് കരയിലും ആരൊക്കെയോ മുളകൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മുളയൊന്നും ഈ നദി സംരക്ഷിക്കാൻ പര്യാപ്തമല്ല എന്നുള്ളതാണ് ഈ ഓരോ വെള്ളപ്പൊക്കവും തെളിയിക്കുന്നത്. ഇവിടെ ഏകദേശം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ തലയ്ക്ക് മുകളിൽ വെള്ളം വരുന്ന സ്ഥലമാണ്. ഈ മഴക്കാലത്ത് ഒരു 2 മാസം, ഇപ്പോൾ ഉണക്കാണെങ്കിലും ഒരു 2 മാസം മുമ്പ് ഇതെല്ലാം വെള്ളത്തിനടിയിലായിരുന്നു. അപ്പോൾ ഈ നട്ടുപിടിപ്പിച്ച മുള നമുക്ക് കണ്ടാൽ അറിയാം, ഈ ആറ്റിൻ്റെ തീരത്തെ ദൃശ്യങ്ങൾ കണ്ടാലറിയാം, ഈ മുള ഇതുപോലെ തന്നെ വെള്ളം എടുത്തുകൊണ്ട് പോകും. അതിനൊപ്പം തന്നെ ആ മുള നിൽക്കുന്ന ഭാഗത്തെ ഒരു 2-3 സെൻറ്റ് സ്ഥലം ആ കൂട്ടത്തിൽ പോകും. ഇനി മുള ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വേറൊരു മരം ഒഴുകി വന്ന് ഇതിലിടിച്ചു കഴിഞ്ഞാലും മുളയും അതിന് ചുവട്ടിലുള്ള മണ്ണും ഒരുപോലെ ഒഴുകിപ്പോകും. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം, ഈ നദീതട സംരക്ഷണത്തിന് ഒട്ടും പറ്റാത്ത ഒരു ചെടിയാണ് മുള എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇതേക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇപ്പോൾ പി കെ ഷാജി എന്നു പേരായ ഡോക്ടർ പി കെ ഷാജി, അദ്ദേഹം എൻ്റെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹം ഇതേക്കുറിച്ച് മാത്രം ഈ റൈപ്പേറിയൻ വെജിറ്റേഷനിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരു തവണ നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും നദീതീരത്ത് വെക്കേണ്ട ചെടികളെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് തന്നെ പറയുകയും ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം, ആരെങ്കിലും നദീതട സംരക്ഷണം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, കാരണം നദീതട സംരക്ഷണ പരിപാടികൾ ഈ സമയത്താണ് നടപ്പിലാക്കേണ്ടത്. ഒരു ഡിസംബർ മുതൽ മെയ് വരെയാണ് നമുക്ക് നദീതീരത്ത് എന്തെങ്കിലും കുഴിച്ചു വെക്കാൻ പറ്റുന്നത്. ജൂൺ മുതൽ ഒക്ടോബർ വരെ വെള്ളപ്പൊക്കമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നവംബർ കഴിഞ്ഞിട്ടേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തവണ ആണെങ്കിൽ ഡിസംബർ വരെയും വെള്ളം പൊങ്ങി നിൽക്കുകയും മഴ തുടർച്ചയായിട്ടുണ്ടാകുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ മുളയല്ല വെക്കേണ്ടത്. ഇവിടെ പകരം വെക്കാവുന്ന ഇവിടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചെടികളും അതിനൊരു ഗ്രഡേഷനും ഒക്കെ ഉണ്ട്. ആ ചെടികളെ അങ്ങനെ തന്നെ നിർത്തണം. ഇപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഈ കുളമാവ്, ഊറാവ്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് വളരുന്ന വേറൊരു സാധനമാണ് ഈ തൊണ്ടി. ഇവിടെയുള്ള കാവളം എന്ന് പറയുന്ന സാധനം ഇവിടെ വളർന്നു നിൽപ്പുണ്ട്. അതിവിടെ സ്വാഭാവികമായിട്ട് വളരുന്നതാണ്. പിന്നെ ഈഞ്ച, നമ്മുടെ ഈ ദേഹത്ത് തേക്കുന്ന ഇഞ്ച ഇവിടെ പലയിടത്തും വളരുന്നുണ്ട്. ചിലതരം ഫേണുകൾ വളരുന്നുണ്ട്. അതുപോലെ ഈ ഏറ്റവും നദീതട സംരക്ഷണത്തിന് പറ്റിയ സാധനം ഒട്ടലാണ്. നമ്മുടെ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിട്ട് വരുന്ന ഓടൽ എന്ന് പറഞ്ഞ ചെടിയാണ് നിൽക്കുന്നത്. അതായത് കട്ടി കുറഞ്ഞ ഒരു പപ്പായത്തണ്ടിന് അത്രമാത്രം വണ്ണമുള്ള മുളയുടെ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. പണ്ട് കുട്ട നെയ്യാനൊക്കെ ആയിട്ട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇലയ്ക്ക് നല്ല വീതിയാണ്. ആന ഏറ്റവും കൂടുതൽ കഴിക്കുന്നതാണ്. ഇത് കിട്ടാത്തപ്പോൾ ഗതികേട് കൊണ്ടാണ് ആന ഈ ഒലട്ടിയും ഈ മറ്റേ കല്ലമുളയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇത്തരം ചെടികളെ ഇതിലൊരു പ്രത്യേകത, മുള വെച്ചിട്ട് സംരക്ഷിക്കാൻ പറ്റാത്ത തീരം മുളയേക്കാൾ എത്രയോ ചെറിയ ഒട്ടൽ വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണിനെ അത് പിടിച്ചു നിർത്തുന്നുണ്ട്. കാരണം ഒട്ടലിൻ്റെ വേരിൻ്റെ പ്രത്യേകതയാണ്. മുളയ്ക്ക് അങ്ങനെ ആഴത്തിലുള്ള വേരുകളില്ല. മുള മേലോട്ട് വളരെയധികം പോകുന്നുണ്ടെങ്കിലും മുളയ്ക്ക് മണ്ണിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഈ നദീതട സംരക്ഷണ പരിപാടികൾ തയ്യാറെടുക്കുന്നവർ ദയവായി അതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരുമായിട്ട് ചോദിക്കണം. എന്നിട്ട് ആ പ്രദേശത്ത് സ്വാഭാവികമായിട്ട് വളരുന്ന ചെടികൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആ ചെടികളെ കഴിയുന്നത്ര വളരാൻ അനുവദിക്കണം. അതുകൂടാതെ ഈ തീരപ്രദേശങ്ങളിൽ ഈ ഒട്ടൽ പോലെയുള്ള സാധനങ്ങളോ കൈതയോ, ഇപ്പോൾ ഞങ്ങളിവിടെ കുറേ സ്ഥലത്ത് കൈത വെച്ചിട്ടുണ്ട്. കൈത വെച്ച് കഴിഞ്ഞാൽ മുള്ളുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നദീതീരം സംരക്ഷിക്കാൻ ഏറ്റവും പറ്റിയ സാധനങ്ങളെന്നാണ് കൈത. അപ്പോൾ ഇതുപോലെ തന്നെ ആളുകൾ ചോദിക്കും കണ്ടൽ വെക്കരുതെന്ന്. പക്ഷേ കണ്ടൽ വെള്ളത്തിനോട് ചേർന്നുള്ള ഭാഗത്ത് വേണം വെക്കാൻ. അത് തന്നെയല്ല, കണ്ടൽ തൈകൾ വെക്കണമെങ്കിൽ കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ വേണം. ഈ കൈതയുടെ തൈകൾ നമുക്ക് അത്രയും തയ്യാറെടുപ്പുകളില്ലാതെ തന്നെ വെച്ച് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഈ തീരങ്ങൾ സംരക്ഷിച്ചാൽ അടുത്ത വലിയ പ്രളയവും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്കിതിവിടെ നിലനിർത്താൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയ്ക്ക് ഈ നദിയുടെ ഇരുവശം എത്രമാത്രം ഇടിഞ്ഞു പോയണമെന്നുള്ളറിയാം. ഒന്നും ചെയ്യേണ്ട, നമ്മളിതുവഴി നടന്നു പോയി നോക്കിയാൽ മതി, നമുക്ക് കാണാവുന്ന കാഴ്ചയാണ്. അപ്പോൾ അത് മാറ്റി ഈ തരത്തിൽ വേണ്ട സാധനങ്ങൾ വെച്ച് പിടിപ്പിച്ച് നിങ്ങളുടെ തീരം സംരക്ഷിക്കാനുള്ളൊരു ശ്രമം പഞ്ചായത്തുകളിൽ അവിടെയെല്ലാം ചെയ്താൽ നന്നായിരിക്കും. അതോടൊപ്പം പറയാനുള്ളൊരു കാര്യം, ഇത് മിയാവാക്കി മാതിരി ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. കാരണം മിയാവാക്കി മാതിരി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 25 വർഷം കൊണ്ട് ചെയ്യുന്ന തീര സംരക്ഷണം ഒരു 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് പറ്റും. സമയം വലിയൊരു ഫാക്ടറാണ്. എന്ന് മാത്രമല്ല, മിയാവാക്കിയിൽ നമ്മൾ ചെടികൾ അടുപ്പിച്ചാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മണ്ണിനെ പിടിച്ച് നിർത്താനുള്ള സാധ്യതയും കൂടുതലാണ്. വളർച്ച വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ ഒരു വിഷയം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ഞാനിതിലൊരു വിദഗ്ധനല്ല. ഒരു വിദഗ്ധനെ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഉടൻ തന്നെ പരിചയപ്പെടുന്നതായിരിക്കും. അതുവരെ ഒരു ഫുഡ് ഫോർ തോട്ട് എന്ന് പറയുന്ന പോലെ ആലോചിക്കാൻ, തലച്ചോറിന് ഭക്ഷണമായിട്ട് ഒരു വിഷയം പറയുന്നു, ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും മുള വെക്കുന്നത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക. മുളയ്ക്ക് തീരം സംരക്ഷിക്കാൻ കഴിയില്ല.